ഉംറയ്ക്കും ഹജ്ജിനും ഇഹ്റാം കെട്ടിയാൽ സുഗന്ധം പുരട്ടൽ, ഓയിൽ, ഭക്ഷണം, സോപ്പ്, ഹാൻഡ് വാഷ് പോലുള്ളവ ഹറാമാക്കിയത് എന്തിന്? 1450 വർഷങ്ങൾക്ക് മുൻപ് ഇത് പറഞ്ഞതിന് കാരണമേതാണ് എന്ന് വെച്ചാൽ ശ്രദ്ധിക്കുക. ഞങ്ങളിത് കല്യാണത്തിന് പോലും നിക്കാഹിന് മുൻപ് ചെയ്തു പോയിട്ടുണ്ടാകും. വെള്ളിയാഴ്ച ദിവസം ജുമാ ഉള്ളതുകൊണ്ട് ചില ആൾക്കാർ തെറ്റിദ്ധരിച്ചിരിക്കുന്നു അന്ന് പാവങ്ങളുടെ ഹജ്ജാണ് ജുമാ ദിവസമെന്ന്. ദജ്ജാലിന്റെ ഫിറ്റ്ന എവിടെ വരെ എത്തി? ഇസ്ലാം മതവിശ്വാസികൾക്ക് ആഘോഷം മാത്രമാണുള്ളത്. ഒന്ന് ചെറിയ പെരുന്നാൾ, 2 വലിയ പെരുന്നാൾ. 0.01% തൊട്ട് 100% വരെ ബോഡി സ്പ്രേ, സാദാ സ്പ്രേ, ചില അത്തറിൽ പോലും ആൽക്കഹോൾ എന്ന പദാർത്ഥം ഉപയോഗിക്കുന്നു. ഞങ്ങൾ വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയായി കുളിച്ച് വുദു എടുത്ത് ഇതുപയോഗിക്കുമ്പോൾ നമ്മുടെ വുദു വലിയ അശുദ്ധിയും മുറിയാൻ കാരണമാകും എന്ന് 1450 വർഷങ്ങൾക്ക് മുൻപ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നത് ഓർക്കുക. എത്ര സത്യമാണ് എന്ന് വിചാരിച്ച് ഇതുകണ്ട് അത്തർ വിൽക്കുന്ന ആൾക്കാരെ തെറ്റായി കാണാൻ വേണ്ടിയല്ല പറഞ്ഞത്. ഇതിൽ ചില പ്രശ്നങ്ങൾ ഇസ്ലാമികപരമായി കാണുന്നുവെന്ന് മാത്രം. ഇതും ഹലാലാക്കും ദജ്ജാലിന്റെ ആൾക്കാർ. ഇതുപയോഗിക്കുന്നത് സ്പ്രേ പോലെ പുറത്തേക്ക് തെറിക്കാൻ വേണ്ടിയും കൂടുതൽ സമയം അതിന്റെ മണം നിലനിൽക്കാൻ വേണ്ടിയുമാണ്. ചില അത്തറിൽ കെമിക്കൽസ് ഉപയോഗിക്കുമ്പോൾ കൂടുതൽ കാലം നിലനിൽക്കാൻ വേണ്ടിയും ഇതുപയോഗിക്കുന്നു. ചില പണ്ഡിതന്മാർ വിനാഗിരിയിട്ട അച്ചാറ് വരെ ഉപയോഗിക്കാത്തതിന് കാരണം ഇതാണ്. എല്ലായിടത്തും ദജ്ജാലിന്റെ കായ് കടത്തുണ്ട്, നമ്മൾ ശ്രദ്ധിക്കുക മാത്രം. ഇസ്ലാം മതവിശ്വാസികളായിട്ടുള്ള പാവപ്പെട്ട ജനങ്ങളെ നിങ്ങൾ പണമില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ദുഃഖിക്കരുത്. നിങ്ങളുടെ പണം ഹലാലായ രീതിയിൽ സമ്പാദിച്ച പണമല്ലെങ്കിൽ നിങ്ങളുടെ കാര്യവും നരകത്തിലേക്കായി പോകും. പണമുള്ളയാൾ പണമുണ്ട് എന്ന് വിചാരിച്ച് അഹങ്കരിച്ചാൽ അത് ഹലാലായ പണമായാൽ പോലും നിങ്ങൾക്കും നരകം തന്നെയാണുണ്ടാക്കുക. സൂക്ഷിക്കുക. പണമുള്ളവനും പണമില്ലാത്തവനും ഹജ്ജ് എന്നുള്ളത് ഒന്നു മാത്രമാണുള്ളത്. അത് ദുൽഹിജ്ജ മാസം 9 അറഫ ദിനം അറഫയിൽ രാബർഗൽ തുടങ്ങി തവാഫും സയ്യും കഴിഞ്ഞ് മുടിനീകൽ, ദജ്ജാലിനെ കല്ലെറിയൽ എന്നിങ്ങനെ പോകുന്ന ചടങ്ങും നിബന്ധനയും കർക്കശമായ നിയമവുമുള്ള ഒന്നാണ് ഞങ്ങളുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന ഹജ്ജ് എന്ന കർമ്മം. നിങ്ങൾ അതിലും ദജ്ജാലിന്റെ കൂടെ കൂടുകയാണോ? 2022-നും 2023-നും കാലഘട്ടത്തിൽ നോമ്പിന് അളവിനു പോയ മുഹമ്മദിനെ ഒളിക്കലിൽ താമസമുള്ള ഇരിക്കൂർ പോലീസ് സ്റ്റേഷനിൽ ജോലി ചെയ്ത സതീശൻ എന്ന പോലീസുകാരൻ കൂടെ പേരാമ്പ്രയിലെ വേറെയൊരു പോലീസുകാരനും ഉണ്ടായിരുന്നു. മുഹമ്മദിനെ കാണുന്നു. മാരുതി കാറിൽ വന്ന പോലീസുകാരൻ ചോദിച്ചു, മുഹമ്മദിനോട് എന്റെ ഭാര്യ എവിടെയാണ് എന്ന്. മുഹമ്മദ് പറഞ്ഞു, അറിയില്ല എന്ന്. അയാൾ പറഞ്ഞു, ഞാൻ നിന്റെ 2012-ൽ പാസ്പോർട്ട് വെരിഫൈ ചെയ്ത പോലീസ് ഓഫീസറാണ്. എന്റെ ഭാര്യ കണക്ക് പഠിപ്പിക്കുന്ന ഇരിക്കൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ടീച്ചറാണ്. നീ പറഞ്ഞു തരിക അവരെവിടെയാണ് എന്ന്. അറിയില്ല എന്ന് പറഞ്ഞ് മുഹമ്മദ് അവിടെ നിന്ന് അളവുകായും പോയി. ഇത് നടന്നത് അങ്ങനെ എഴുതിവെച്ചു. കുറച്ചുനാൾ കഴിഞ്ഞ് പേരാമ്പ്ര പോലീസുകാരനെ അളവറിയിക്കാൻ വിളിച്ചു. അപ്പോൾ അദ്ദേഹത്തിന്റെ മകൻ സംസാരിച്ചു, അച്ഛനെ കാണാനില്ല എന്ന്. അപ്പോൾ തന്നെ ഫോണിൽ നിന്ന് മറ്റൊരു ശബ്ദം, നീ എന്തിനാ അത് അന്വേഷിക്കുന്നത് എന്ന്. അപ്പോൾ മുഹമ്മദിന് മനസ്സിലായി, അവന്റെ സിം ഹഫ്സീർ എന്ന പേരിൽ ജനിച്ച മുഹമ്മദ് റംഷാദ് എന്ന പേരിൽ ജീവിക്കുന്ന ദജ്ജാൽ എന്റെ സിമ്മിന്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് ഉപയോഗിക്കുന്നു. അതെടുത്തത് ഇരിക്കൂർ ടൗണിലെ ജിയോയുടെ സിം ഷോപ്പിൽ നിന്നാണ്. അതുമാത്രമല്ല BSNLന്റെയും ഡ്യൂപ്ലിക്കേറ്റ് സിം അവന്റെ കയ്യിലുണ്ട് എന്നും. മുഹമ്മദിന് എന്ത് ചെയ്യാൻ കഴിയുക? പോലീസ് സ്റ്റേഷനിൽ പോയാൽ എവിഡൻസ് വേണം, സാക്ഷിയുണ്ടെങ്കിൽ സാക്ഷിയെയും കാണാതെയാകും. ഇതെല്ലാം ചെയ്യുന്നത് ആണത്തമില്ലാത്ത, മുഹമ്മദിന്റെ മുൻപിൽ നിൽക്കാൻ പേടിയുള്ള ഒരുത്തനും ദജ്ജാലിന്റെ അനുയായികളും കാണാത്ത രൂപത്തിൽ ആര് ധൈര്യമുള്ളവനായിരിക്കും? ഒളിക്കുനിന്ന് പോരാടാൻ ഭീരുവല്ല ഇസ്ലാം മതവിശ്വാസിയായ മുഹമ്മദ്. മൂസാ നബിയുടെ കാലത്ത് ഒരു രാജാവുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേരാണ് ഫിർഹൗൻ എന്നാണ്. ഇദ്ദേഹത്തിന്റെ എല്ലാവർക്കും ഒരു പാഠമാണ്. ഹഫ്സീർ എന്ന പേരിൽ ജനിച്ച മുഹമ്മദ് റംഷാദ് എന്ന പേരിൽ ജീവിക്കുന്ന ദജ്ജാൽ ഇതും ഒരു പാഠമാവും ഇൻഷാ അല്ലാഹ്. അൽ കഹഫ് അർത്ഥം മനസ്സിലാക്കി ഓതുന്ന ഏവർക്കും ദൃഷ്ടാന്തമുണ്ട്. മൂസാ നബി പറഞ്ഞു, നിർദോഷിയായ ഒരാളെ മറ്റൊരാൾക്ക് പകരമായിട്ടല്ലാതെ താങ്കൾ കൊന്നവോ? തീർച്ചയായും നിഷിദ്ധമായ ഒരു കാര്യം തന്നെയാണ് താങ്കൾ ചെയ്തിട്ടുള്ളത്. പണ്ഡിതൻ പറഞ്ഞു, തീർച്ചയായും താങ്കൾക്ക് എന്റെ കൂടെ ക്ഷമിച്ചു കഴിയാൻ സാധിക്കുകയില്ല എന്ന് ഞാൻ താങ്കളോട് പറഞ്ഞിട്ടില്ലേ? അങ്ങനെ അവിടെ നിന്ന് പോറ്റുമയുടെ വീട്ടിലെത്തി. ഡയറി നോക്കി, ശരി തന്നെയാണ് അയാൾ പറഞ്ഞത്. ഇതൊന്നും തന്നെ മുഹമ്മദ് അറിയുന്നില്ല എന്ന് മാത്രം. ദജ്ജാലിന്റെ ഭാര്യമാരോ ഉമ്മയോ അനിയനോ അറിയില്ലായിരിക്കാം എന്ന് കരുതാൻ കഴിയില്ല. പണിക്ക് പോകാത്ത ഒരുത്തന്റെ കയ്യിൽ എങ്ങനെ പണം വന്നു എന്ന് അന്വേഷിക്കാത്ത കൂടം. ദജ്ജാൽ അവന്റെ സൈന്യത്തെ തന്നെ ഉണ്ടാക്കിയിരിക്കുന്നു. ഇവർക്കുവേണ്ടി പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്നു, വ്യഭിചാരം നടത്തുന്നു. മാന്യതയുടെ മുഖം പിച്ചിച്ചീന്തി എറിയേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. പറഞ്ഞു തരിക പണ്ഡിതന്മാരെ, ഇവരെ നശിപ്പിക്കാൻ വേണ്ടി അല്ലാഹുവിനോട് ചോദിക്കാമോ പ്രതികാമോ?